ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് 2025 പൊതുപരീക്ഷ വരുന്നത് ഫെബ്രുവരി 8, 9 തീയതികളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് നമ്മൾ ഒരുപാട് ചോദ്യപേപ്പറുകൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു റിവിഷൻ ആയിട്ട് ഒന്നും കൂടെ നോക്കാൻ പറ്റുന്ന ഒരു മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ദുറൂസുൽ ഇസ്ലാം 1 ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ 10ാമത്തെ ചാപ്റ്റർ വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശരിയുത്തരത്തിൻ്റെ കോളത്തിൽ ടിക്ക് അടയാളപ്പെടുത്തണം. എന്താണ്? മനുഷ്യൻ നേടുന്ന ഡാഷ് ഏറ്റവും മഹത്തായത് അറിവാണ്. മനുഷ്യൻ നേടുന്ന എന്താണ് ഏറ്റവും മഹത്തായ അറിവ്? മനുഷ്യൻ നേടുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും മഹത്തായത് അറിവാണ്. അപ്പോൾ സമ്പാദ്യങ്ങൾ എന്നത് നമുക്കവിടെ ടിക്ക് ചെയ്യാം, മനസ്സിലാക്കാം. അടുത്തെന്താണ്? അൽ മർഅത്തു റായിയത്തും ഫീ ബൈത്തി സൗജിഹ. സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ഭരണാധികാരിയാണ്. സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലെ ഭരണാധികാരിയാണ്. അപ്പോൾ അവിടെ സൗജിഹ എന്നത് നമുക്കവിടെ എഴുതാൻ ടിക്ക് ചെയ്യാം. അടുത്തെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിസ്കരിക്കാൻ ആഗ്രഹം പറഞ്ഞത് ആരായിരുന്നു? ഉമ്മു ഹുമൈദിൻ സഅദിയ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ നിസ്കരിക്കാൻ ആഗ്രഹം പറഞ്ഞത് ഉമ്മു ഹുമൈദിൻ സഅദിയ റളിയല്ലാഹു അൻഹയാണ്. അപ്പോൾ നമുക്കത് ടിക്ക് ചെയ്യാം. അടുത്തതെന്താ? അവർ ഭയക്കുകയോ ദുഃഖിക്കുകയോ ഇല്ല. ആരെ? ഔലിയാക്കൾക്ക് ഭയമോ ദുഃഖമോ ഇല്ല. അപ്പോൾ ഔലിയാക്കൾ എന്നത് നമുക്കവിടെ ടിക്ക് ചെയ്യാം. അടുത്തതെന്താണ്? ഇസ്തിറാഹ. ഇസ്തിറാഹ എന്നതിൻ്റെ അറബി എന്താണ്? ഇസ്തിറാഹ എന്ന് പറഞ്ഞാൽ വിശ്രമം എന്നതാണ്. അതുപോലെ മഖ്തബർ, മക്തബ എന്നൊക്കെ അറബി ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കി പഠിക്കണം. അടുത്തെന്താണ്? ഇദ്രീസ് എന്നവരുടെ മകന്. ഇദ്രീസ് എന്നവരുടെ മകനാണ് ആര്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അപ്പം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നമുക്ക് ടിക്ക് ചെയ്യാം. എന്തായിരുന്നു പേര്? മുഴുവൻ പേര് ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റളിയല്ലാഹു അൻഹു. ഷാഫി മദ്ഹബിൻ്റെ ഇമാം എന്നവരുടെ പിതാവ് ഇദ്രീസ് എന്നവരാണ്, മനസ്സിലാക്കുക. അടുത്തത് അള്ളാഹുവിൻ്റെ പ്രകാശം എന്ത്? അള്ളാഹുവിൻ്റെ പ്രകാശമാണ് നൂറുല്ലാഹ്. അള്ളാഹുവിൻ്റെ പ്രകാശം ഇൽമാണ്. അറിവ് അല്ലാഹു തആലയുടെ പ്രകാശമാണ്, നൂറുല്ലാഹി തആല. അപ്പോൾ നമുക്ക് നൂറുല്ലാ എന്നത് ടിക്ക് ചെയ്യാം. ഇനി മാച്ച് ചെയ്യാനാണ് ഇവിടെ വരുന്നത്. എന്താണ്? ആലിമുൽ ഖുറൈഷ്. ആരാണ് ആലിമുൽ ഖുറൈഷ് എന്നറിയപ്പെടുന്നത്? ആലിമുൽ ഖുറൈഷ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അപ്പോൾ അതിൻ്റെ ബി. ഇത് 11ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ചോദ്യപേപ്പറിൽ ഉൾപ്പെട്ടതായിരിക്കും, അപ്പോൾ മനസ്സിലാക്കുക. അടുത്തതെന്താണ്? ഇമാം ദാരിൽ ഹിജ്റ. ആരായിരുന്നു? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഇമാം ദാരിൽ ഹിജ്റ. അപ്പോൾ അതിൻ്റെ സി എഴുതാം. അടുത്തത് ഇമാമുൽ അഅ്ലം ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അപ്പോൾ അതിൻ്റെ എഴുതാം. മക്തബ എന്ന് പറഞ്ഞാൽ ലൈബ്രറി. അപ്പോൾ അതിൻ്റെ ഈ എഴുതാം. മുഖ്തബർ ലാബ്. മുഖ്തബർ ലാബ്. അപ്പോൾ അതിൻ്റെ എഫ് എഴുതാം. തൗബ പശ്ചാത്താപം. അപ്പോൾ അതിൻ്റെ ഡിയും നമുക്കവിടെ എഴുതാം. അപ്പോൾ അത് ഇതുപോലെ എല്ലാം മനസ്സിലാക്കി പഠിക്കുക. ഇനി ഇവിടെ പൂരിപ്പിക്കാനാണ് വരുന്നത്. എന്താണ്? ഹുവത്തവാബു ഡാഷ്. പാഠത്തിൻ്റെ അടിയിൽ വന്നിരുന്നല്ലേ? ഹുവത്തവാബുർ റഹീം. അല്ലാഹു തആല വളരെ കൂടുതൽ തൗബ സ്വീകരിക്കുകയും കരുണ ചെയ്യുന്നവരുമാണ്. ഹുവത്തവാബുർ റഹീം. അപ്പം അതിൻ്റെ ബാക്കി എഴുതാം. അടുത്തതാ ഹദീസ് ക്ലാസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ 16 തവണ തേളുകുത്തി. ഹദീസ് ക്ലാസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ 16 തവണ തേള് കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ തേള് കുത്തി എന്ന് എഴുതാം. അപ്പോൾ അതുപോലെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ എത്ര തവണ തേള് കുത്തി എന്ന് വെച്ചാൽ 16 തവണ. അപ്പോൾ അത് ചോദ്യം മനസ്സിലാക്കിയിട്ട് എഴുതാം. ഇവിടെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ എന്നാണ് എഴുതേണ്ടത്. അടുത്തതാ വബറാഅത്തിൻ മിൻ കുല്ലി
എന്താണ്? നമ്മളെ തൗബയുടെ പാഠത്തിൽ വന്നിരുന്ന ബൈത്താണ്. ഹിദായത്തിൽ അദ്കിയയിൽ പറയുന്ന വബറാഅത്തിൻ മിൻ കുല്ലി ഹക്കിൽ അദമി വലിഹാദിൽ അർക്കാനി ഫർഅവ കമ്മില. അപ്പോൾ ഇതുപോലെ അതിൻ്റെ കൂടെ മറ്റൊരു ലൈനും കൂടി ഉണ്ട്, അത് ഇതുപോലെ പഠിക്കുക. ഉത്തുലുബ് മതാബം ബിന്നദാമതി മുഖ്ലിഅ വബിഅസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല. തൗബയുടെ റുക്നുകളാണ്. എന്താണ്? ഖേദത്തോടെ ദോഷങ്ങളിൽ നിന്ന് വിരമിച്ച് ഭാവിയിൽ ഈ ദോഷം ചെയ്യില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക. മനുഷ്യരോടുള്ള എല്ലാ ഇടപാടുകളിൽ നിന്ന് മോചനം നേടുക. അപ്പോൾ അതൊക്കെ തൗബയുടെ റുക്ന്. അതിനെക്കുറിച്ചാണ് ആ ബൈത്തിൽ പറയുന്നത്. മനസ്സിലാക്കി പഠിക്കുക. അടുത്തതാ, താബികളുടെ കാലത്ത് ഉത്ഭവിച്ച പിഴച്ച വിഭാഗമാണ് ആര്? മുഅ്തസില. മുഅ്തസില വിഭാഗം താബികളുടെ കാലത്ത് ഉത്ഭവിച്ച ഒരു വിഭാഗമാണ് മുഅ്തസില വിഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ പല പിഴച്ച വിഭാഗങ്ങളുണ്ടായിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനെതിരെ പ്രക്ഷോഭം നടത്തിയ ഹവാരിജുകൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും അധിക്ഷേപിച്ച ഷിയാക്കള്, താബികളുടെ കാലത്ത് ഉത്ഭവിച്ച മുഅ്തസില വിഭാഗക്കാര് ഖുർആൻ സൃഷ്ടിയാണെന്നും കറാമത്തുകളല്ലെന്നും അവര് വാദിച്ചിരുന്നു. അപ്പം അത് മനസ്സിലാക്കുക. അടുത്തത്, എൻ്റെ വലിയുമായി ശത്രുത കാണിച്ചവരോട് ഞാൻ ഡാഷ് പ്രഖ്യാപിച്ചിരിക്കുന്നു. എൻ്റെ വലിയനോട് ശത്രുത കാണിച്ചവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അല്ലാഹു തആല പറഞ്ഞതാണ്. അല്ലാഹു തആല പറഞ്ഞു, എൻ്റെ വലിയനോട് ശത്രുത കാണിച്ചവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഔലിയാക്കളെ നാം ബഹുമാനിക്കണം, അവരുടെ കറാമത്തുകൾ അംഗീകരിക്കുകയും വേണം. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതാര്? ഉമ്മു ഹുമൈദിനി സഅദിയ്യ റളിയല്ലാഹു അൻഹ. അടുത്തത്, നൊഅ്മാൻ എന്ന യഥാർത്ഥ നാമത്തിനുടമ ആര്? ആരുടെ പേരാണ് നൊഅ്മാൻ എന്ന യഥാർത്ഥ നാമം? നൊഅ്മാൻ ആരായിരുന്നു? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരാണ് യഥാർത്ഥ നാമം നൊഅ്മാൻ എന്നായിരുന്നു. അടുത്തത്, എപ്പോഴാണ് ക്ലാസ് ആരംഭിക്കുന്നത് എന്നതിൻ്റെ അറബി? എപ്പോഴാണ്? അപ്പോൾ അറബി ചാപ്റ്റർ എന്നാണ് വന്നത്. എപ്പോഴാണ് ക്ലാസ് ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താ പറയുക? മത്താ. മത്താ എന്ന് പറഞ്ഞാൽ എപ്പോൾ. മത്താ യുബ്ദഉ ദറസ്. മത്താ യുബ്ദഉ ദറസ്. എപ്പോഴാണ് ക്ലാസ് ആരംഭിക്കുന്നത്? അറബി എഴുതാ. മത്താ യുബ്ദഉ ദറസ്. 10 മണിക്ക് ക്ലാസ് തുടങ്ങും എന്നതിൻ്റെ അറബി ചോദിച്ചിട്ടാണെങ്കിലോ യുബ്ദഉ മിനസ്സാഅത്തി ആശിറ. 10 മണിക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കണം. അപ്പോഴേ നമുക്കതൊക്കെ എഴുതാൻ കഴിയുള്ളൂ. അടുത്തെന്താണ്? നബിമാരുടെ അനന്തരാവകാശികളാണ് ആര്? അൽ ഉലമാ വറസത്തുൽ അംബിയാ. നബിമാരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. അടുത്തതാ, വിഗ്രഹത്തിനുള്ള സുജൂദ് ഏതിനത്തിൽപ്പെട്ട രിദ്ദയാണ്? വിഗ്രഹത്തിനുള്ള സുജൂദ് ഏതിനത്തിലാ? പ്രവൃത്തി കൊണ്ടുള്ള രിദ്ദയാണ്. പ്രവൃത്തി കൊണ്ടുള്ള രിദ്ദയാണ് വിഗ്രഹത്തിനുള്ള സുജൂദ്. അതുപോലെ എന്താണ്? തീരുമാനിക്കുക. അതെന്താണ്? അത് മനസ്സുകൊണ്ടുള്ള രിദ്ദയാണ്. അതുപോലെ ഒരു മുസ്ലിമിനെ കാഫിറാക്കുക, അത് വാക്കുകൊണ്ടുള്ള രിദ്ദയാണ്. അപ്പോൾ അത് ഒക്കെ മനസ്സിലാക്കി പഠിക്കുക. എന്നാലേ നമുക്കിതുപോലെ ചോദ്യങ്ങൾ വന്നാൽ എഴുതാൻ കഴിയുള്ളൂ. അടുത്ത എന്താണ്? ഏത് വിധ അറിവിൽ നിന്നാണ് അള്ളാഹുവിനോട് കാവൽ തേടേണ്ടത്? ഏത് വിധ അറിവിൽ നിന്നാണ്? ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണം. അതിൻ്റെ അറബി പറഞ്ഞു എന്തായിരുന്നു? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ. അല്ലാഹുവേ, ഉപകാരമില്ലാത്ത അറിവിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. മനസ്സിലാക്കാം. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? ഫുലൈൽ ഇബ്നു ഇയാദ് മുമ്പ് ചെയ്തിരുന്ന കുറ്റം എന്തായിരുന്നു? ഫുലൈൽ ഇബ്നു ഇയാദ് മുമ്പ് ചെയ്തിരുന്ന കുറ്റം എന്തായിരുന്നു?
അയാൾ കൊള്ളക്കാരനായിരുന്നു. വഴിയിൽ പതുങ്ങിയിരുന്ന് യാത്രക്കാരെ ആക്രമിച്ചു പണവും വസ്തുക്കളും കവർന്നെടുക്കുകയായിരുന്നു അയാളുടെ തൊഴിൽ. വഴിയിൽ പതുങ്ങിയിരുന്ന് യാത്രക്കാരെ ആക്രമിച്ച് പണവും വസ്തുക്കളും കവർന്നെടുക്കുകയായിരുന്നു അയാളുടെ തൊഴിൽ. കൊള്ളക്കാരനായിരുന്നു. അപ്പോൾ മനസ്സിലാക്കിയത്. അടുത്ത എന്താണ്? സംസാരത്തിലൂടെ മുർത്തദ്ദാകുന്നതിന് മൂന്ന് ഉദാഹരണം എഴുതാനാണ്. സംസാരത്തിലൂടെ മുർത്തദ്ദാകുന്നതിന് 3 ഉദാഹരണം എന്തൊക്കെയാണ്? അല്ലാഹു തആലയെയോ ഏതെങ്കിലും നബിയെയോ ഖുർആനിനെയോ ഏതെങ്കിലും ആയത്തിനെയോ നിഷേധിക്കുക, നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഫലമില്ലെന്ന് പറയുക, ഒരു മുസ്ലിമിനെ കാഫിറാക്കുക, നബിയെയോ മലക്കിനെയോ നിസ്സാരമാക്കുക, അല്ലാഹു തആലയുടെ നാമങ്ങളെയോ ആജ്ഞകളെയോ പരിഹസിക്കുക. അതൊക്കെ വാക്കുകൊണ്ടുള്ള രിദ്ദയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തതെന്താണ്? പണ്ഡിതന്മാരെ ഈബത്ത് പറഞ്ഞാലുള്ള വിപത്തിൻ്റെ രൂപം എങ്ങനെയായിരിക്കും? പണ്ഡിതന്മാരെ കുറ്റം പറയരുത്. പണ്ഡിതന്മാരെ കുറ്റം പറയരുത്. അത് സർവനാശത്തിന് കാരണമാകും. പണ്ഡിതന്മാരെ കുറ്റം പറയരുത്. അത് സർവനാശത്തിന് കാരണമാകും. അവരുടെ മാംസത്തിൽ വിഷമുണ്ട്. മറന്ന് വിഷം കഴിച്ചാലും അത് ശരീരത്തിന് നാശം സംഭവിക്കും. മറന്ന് വിഷം കഴിച്ചാലും ശരീരത്തിന് നാശം സംഭവിക്കും. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തെന്താണ്? ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും എന്തിലൂടെയാണ് ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുന്നത്? നിസ്കാരം നോമ്പ് പോലുള്ള ഇബാദത്തുകൾ കൊണ്ട് ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. നിസ്കാരം നോമ്പ് പോലുള്ള ഇബാദത്തുകൾ കൊണ്ട് ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. അടുത്തത് അൽ ഇമാമുൽ ആളം ജയിലിലടക്കപ്പെടാൻ കാരണം എന്തായിരുന്നു? ഇമാമുൽ ആളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജയിലിലടക്കപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? അധികാരികളുടെ ഇംഗിതത്തിന്, അധികാരികളുടെ ഇഷ്ടത്തിന് വഴങ്ങാത്തതിൻ്റെ പേരിലാണ്. അധികാരികളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തതിൻ്റെ പേരിലാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജയിലിൽ അടക്കപ്പെട്ടത്. അപ്പോൾ അത് മനസ്സിലാക്കിയത്. ഇംഗിതം എന്നത് ഇഷ്ടം എന്നൊക്കെ ഇതാ. അധികാരികളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാത്തത് കൊണ്ട്, ആഗ്രഹത്തിനനുസരിച്ച് എന്നൊക്കെ ഇതാ മനസ്സിലാക്കാം. അടുത്തത് അല്ലാഹു തആല യുദ്ധം പ്രഖ്യാപിച്ചത് ആരോടാണ്? അല്ലാഹു തആല യുദ്ധം പ്രഖ്യാപിച്ചത് ആരോടാണ്? എൻ്റെ വലിയനോട് ശത്രുത കാണിച്ചവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അല്ലാഹു തആലയുടെ വലിയനോട് ശത്രുത കാണിച്ചവരോട് അല്ലാഹു തആല യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. മനസ്സിലാക്കുക. അടുത്ത് കറാമത്തിന് ഒരു ഉദാഹരണം എഴുതുക. അപ്പോൾ ആ പാഠത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഒന്നാമത്തെ പാഠത്തിൽ ഫലസ്തീനിലുള്ള സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൊട്ടാരത്തിലേക്ക്, ബിൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ നിന്ന് 2050 കിലോമീറ്റർ ദൂരെയുണ്ട്. അവിടെ നിന്ന് ആസഫ് ബിൻ ബർഹിയ എന്ന മഹാൻ നിമിഷ നേരം കൊണ്ട് ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം എത്തിച്ചു. അത് മാജിക്ക് കൊണ്ടല്ല, കറാമത്ത് കൊണ്ടായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയതാ. പിന്നെ മറിയം ബീവിയുടെ റൂമിൽ പലതരം പഴങ്ങൾ, തണുപ്പ് കാലത്തുണ്ടാകുന്ന പഴങ്ങൾ ചൂടുകാലത്തും, ചൂടുകാലത്തുണ്ടാകുന്ന പഴങ്ങൾ തണുപ്പ് കാലത്തും അവിടെ സുലഭമാണ്. ഇത് മറിയം ബീവിയുടെ കറാമത്താണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാം, മനസ്സിലാക്കി പഠിക്കാം. അടുത്തെന്താണ്? ബഗ്ദാദിലെ മഹാനെ സന്ദർശിക്കുന്നതിലൂടെ ഷെയ്ഖ് ജീലാനി ഉദ്ദേശിച്ചത് എന്തായിരുന്നു? ബഗ്ദാദിലെ മഹാനെ സന്ദർശിക്കുന്നതിലൂടെ ഷെയ്ഖ് ജീലാനി ഉദ്ദേശിച്ചത് എന്തായിരുന്നു? അദ്ദേഹത്തെ സന്ദർശിച്ച് അനുഗ്രഹം തേടാനായിരുന്നു. ഷെയ്ഖ് ജീലാനി ഉദ്ദേശിച്ചത്. എന്നാൽ ഇബ്നു ശക്കയാവട്ടെ എന്താണ് ഉദ്ദേശിച്ചത്? അദ്ദേഹത്തെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം ഉന്നയിക്കാനായിരുന്നു ഇബ്നു ശക്ക ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. ഇനി വിശദീകരിക്കാനാണ്. എന്താണ്? തൗബയുടെ നിബന്ധനകൾ എന്തൊക്കെയാണ്? തൗബയുടെ നിബന്ധനകൾ, തൗബയുടെ റുക്നുകൾ 4. 1. ദോഷങ്ങളിൽ നിന്ന് വിരമിക്കുക.
തെറ്റ് ചെയ്തു പോയതിൽ ഖേദിക്കുക, ഇനി തെറ്റു ചെയ്യുകയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക. ജനങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റുകളാണെങ്കിൽ അവരോട് പൊറുപ്പിക്കുക. സാമ്പത്തിക ഇടപാടുകളാണെങ്കിൽ കൊടുത്തു വീട്ടുക. ഇടപാടുകളുള്ള ആള് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ അനന്തരാവകാശികളുമായി തീർക്കുക. അനിഷ്ടമായ സംസാരങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാണ് തൗബയുടെ നിബന്ധനകൾ. അപ്പം അത് മനസ്സിലാക്കുക. അടുത്ത ഇനി എന്താ വരുന്നത്? റിദ്ദത്തിൻ്റെ 3 ഇനങ്ങൾ, ഓരോ ഉദാഹരണങ്ങളും. റിദ്ദ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവലാണ് റിദ്ദ. റിദ്ദ കഠിന തെറ്റാണ്. അതെല്ലാ സൽക്കർമ്മങ്ങളെയും നശിപ്പിച്ചു കളയും. വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, മനസ്സുകൊണ്ട് റിദ്ദ വരുന്നത് നാം സൂക്ഷിക്കണം. അപ്പോൾ റിദ്ദത്തിൻ്റെ ഓരോ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് അതിൽ. അതൊക്കെ മനസ്സിലാക്കുക. ഇസ്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക, ഹലാലാക്കിയതിനെ ഹറാമാക്കിയതിനെ ഹലാലാക്കാൻ കൊതിക്കുക. അതുപോലെ അല്ലാഹു തആലയെയോ മലക്കിനെയോ നബിയെയോ ഒക്കെ നിസ്സാരമാക്കുക. നിസ്കാരം, നോമ്പ് പോലുള്ള കർമ്മങ്ങൾ കൊണ്ട് ഫലമില്ലെന്ന് പറയുക. അതൊക്കെ വാക്കുകൊണ്ടുള്ളതാണ്. വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുക, ഖുർആന്, മതവിജ്ഞാനം, ആദരണീയ നാമങ്ങൾ പോലുള്ളത് മലിനമാക്കുക. അതൊക്കെ പ്രവൃത്തി കൊണ്ടുള്ള റിദ്ദയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇതാണ് റിദ്ദത്തിനെ കുറിച്ച് എഴുതുക. അപ്പോൾ ഇതിലെ ഓരോ പാഠത്തെക്കുറിച്ചും നൂറുല്ലാഹി തആല, സ്ത്രീ സുരക്ഷ, തൗബ, അങ്ങനെ ഓരോ പാഠത്തെക്കുറിച്ചിട്ടും ഷെയ്ഖ് ജീലാനി, ബാഗ്ദാദിലെ മഹാനെ സന്ദർശിക്കാൻ പോയവർ, എങ്ങനെയാണോ നമുക്ക് 5 വരി കുറയാതെ എഴുതാൻ വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോ പാഠത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കി പഠിക്കുക. വീഡിയോ ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ കമൻറ്റ് ഓഫായിരിക്കും. ഇനി എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്യുക. 82 89 89 29 85. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. പഠിച്ച് നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.